ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? അങ്ങ് ദൂരെ വാഗമണിക്കൊരു യാത്ര. നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ പോകുന്നത്, നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട് കൂടെ. ഒരു അടിച്ചുപൊളി യാത്ര. എല്ലാവർക്കും ഒപ്പം എൻജോയ് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് പോകാനുള്ളൊരു യാത്ര. എന്നും വീടും ജോലിയും മാത്രം പോരല്ലോ, നമുക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സന്തോഷം കൂടെ വേണ്ടേ? ലൈഫാവുമ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ. അത് ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാളും ഫ്രണ്ട്സ് കൂടെ ഉണ്ടാകുമ്പോഴാണ് അതിനിത്തിരി എൻജോയ്മെൻറ്റ് കൂടുക, അല്ലേ? വണ്ടി കയറിയപ്പോൾ മുതൽ എൻജോയ്മെൻ്റാണ്. കുട്ടികളും വലിയവരും എല്ലാവരും. കുറച്ച് ദൂരം പോയപ്പോൾ ചെറുതായിട്ടൊരു വിശപ്പ് വന്നു. അപ്പോൾ നമ്മൾ അടുത്ത് കണ്ട തട്ടുകടയിൽ നിർത്തി ഒരു ഓംലെറ്റ് അടിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു. രാത്രി കഴിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, സമയം 1 മണി, പുലർച്ചെ 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്താണ് ഞങ്ങൾ ഓംലേറ്റൊക്കെ അടിച്ചത്. അതുകൊണ്ട് വല്ലാത്ത ടേസ്റ്റ്. ഓംലേറ്റൊക്കെ അകത്ത് ചെന്നപ്പോൾ എല്ലാവർക്കും പിന്നെ നല്ല വൈബായി. പിന്നെ ഡാൻസായി, പാട്ടായി. വാഗമൺ എത്തിയത് അറിഞ്ഞതുമില്ല. അതിൻ്റെ ഇടയിലൊന്ന് ഉറങ്ങുകയും ചെയ്തു കേട്ടോ. അങ്ങനെ വാഗമൺ എത്തി. നമ്മൾ രാവിലെ തന്നെ റൂം എടുക്കുന്നില്ല. നമ്മൾ റൂമൊക്കെ ആദ്യം ബുക്ക് ചെയ്ത് പോയതാണ്. പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമേ റൂമിലേക്ക് പോകുന്നുള്ളൂ. അതുകൊണ്ട് വഴിയിൽ നിർത്തി പല്ല് തേപ്പും മുഖം കഴുകലും ഫ്രഷ് ആവലും ഒക്കെ അതിലങ്ങോട്ട് പാസ്സാക്കി. അത് കഴിഞ്ഞ് പിന്നെയും വണ്ടി കയറി നമ്മൾ കുറച്ച് നേരം പ്രകൃതി ഭംഗി ആസ്വദിച്ചു. പിന്നെ നമ്മൾ ആലോചിച്ചു, കുറച്ച് കനത്തിൽ എന്തെങ്കിലും അകത്തോട്ട് ചെന്നാലേ ഇനി അങ്ങോട്ട് എൻജോയ്മെൻറ്റ് ഉണ്ടാവുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങളൊരു ഫാമിലി റെസ്റ്റോറൻറ്റിൽ നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി. അവർക്ക് ആദ്യം കൊടുത്തു കേട്ടോ, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. എല്ലാവരും മസാല ദോശ, പിന്നെ പൊറാട്ട, മുട്ടക്കറി ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്ന് സാധനം മുന്നിലെത്തി. പിന്നെ ഒന്നും നോക്കിയില്ല, നന്നായിട്ട് അങ്ങ് അടിച്ചു മാറി. വണ്ടി കയറിയ ചെറുതായിട്ട് ഛർദ്ദിക്കെങ്കിലും ഞങ്ങളതൊന്നും നോക്കിയില്ല. പിന്നെ ഞങ്ങൾക്ക് ആദ്യം തന്നെ ഞങ്ങൾ പോയത് ട്രക്കിങ്ങിനാണ്. ട്രക്കിങ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അടിപൊളിയായിരുന്നു. നമ്മളൊരു ജീപ്പ് റെൻറ്റിനെടുത്ത് ട്രക്കിങ്ങിന് പോവുകയാണ്. നമ്മൾ ക്യാഷ് അടച്ചാൽ അവർ നമ്മളപ്പുറം വരും. എന്നിട്ട് നമ്മൾക്ക് 2-3 സ്ഥലം അവർ കാണിച്ചു തരും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇതിനേക്കാൾ അടിപൊളി സ്ഥലങ്ങൾ വേറെയും ഉണ്ട് കേട്ടോ. നമ്മളെവിടെ അധികം എവിടെയും പോകാത്തതുകൊണ്ട് നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം. പക്ഷെ നമ്മുടെ കേരളത്തിലാണ് ഈ സ്ഥലമൊക്കെ ഉള്ളതെന്ന് കണ്ടപ്പോൾ ഞാൻ ആകെ അതിശയിച്ചു. ഈ ഗുഹ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു മറന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ ലോക സിനിമയിൽ നീലിനെ ചാത്തന്മാർ വന്ന് കുത്തുന്ന ഒരു സ്ഥലമില്ലേ, ആ സ്ഥലമാണ് ഈ സ്ഥലം. എങ്ങനെയുണ്ട്? അടിപൊളിയാണ് കേട്ടോ കാണാൻ. ഇതൊരുപാട് 3 കിലോമീറ്ററോളം ഉള്ളിലോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഫ്രണ്ടിൽ നിന്ന് കണ്ടേ ഉള്ളൂ. കുറച്ച് ദൂരം നടന്നു നോക്കി, പക്ഷേ പിന്നെ നടക്കാൻ പേടിയായി. വെള്ളമാണ് അതിൻ്റെ ഉള്ളിൽ നിറയെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും, പിന്നെ ഞാൻ പാറക്കുട്ടീനെ ഒന്ന് ചെറിയൊരു നീലിക്കുട്ടിയാക്കി മാറ്റി. ചെറുതായിട്ട് നീലീൻ്റെ വീഡിയോസൊക്കെ എടുത്തു അവിടെ നിന്ന്. പിന്നെ വെള്ളം കണ്ടാലുണ്ടോ മക്കൾ കയറുന്നത്, എല്ലാവരും വെള്ളത്തിൽ കളിയായി. പിന്നെ അവിടുന്ന് പോരാൻ ആർക്കും വലിയ താല്പര്യമില്ല. എങ്കിലും എങ്ങനെയെങ്കിലും പിടിച്ച് കയറ്റി ഒക്കത്തിനും മേലേക്കാക്കി. മേലെ കയറി വന്നപ്പോൾ മോന് കാല് കഴുകണമെന്ന് പിന്നെയും വാശി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കാലൊക്കെ ഒന്ന് കഴുകി പിന്നെയും കയറി. ഇനി അടുത്ത് പോകുന്ന ഈ സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതും ഞാൻ പറഞ്ഞു തരാം കേട്ടോ എവിടെയാണെന്ന്. കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെവിടെയാണെന്ന് വെച്ചാൽ ഫഹദ് ഫാസിലിൻ്റെയും ലാലിൻ്റെയും ഒരു സിനിമ ഉണ്ടായിരുന്നു, ഇയ്യോബിൻ്റെ പുസ്തകം. അതിലുള്ള ഫഹദ് ഫാസിലിനെ കുത്തി കുറച്ച് നേരം സ്റ്റണ്ടൊക്കെ ഇല്ലേ, ആ ഒരു പ്ലേസാണ് ഇത്. ഇവിടെ നിന്ന് അച്ഛനും മോളും അടിപൊളി വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഇപ്പോഴത്തെ ഇവിടെ നിർത്താൻ സമയമായി. ഇനി ഉച്ചയ്ക്ക് ശേഷത്തെ അടുത്ത വീഡിയോയിലൂടെ ഞാൻ വരാം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ സീ യു.